രാവിലെ മാങ്കുളത്തേക്കൊരു ട്രിപ്പാണ്. മാങ്കുളത്ത് വെള്ളം കുടിക്കാൻ ആന വരുന്നുണ്ടെന്ന് കേട്ടു. എന്നാൽ പിന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്. നല്ല റോഡൊക്കെയാണ്, പക്ഷേ കുത്തനെയുള്ള ഇറക്കവും വളവും ഒക്കെയാണ്. നല്ല കാട്ടരുവികളും കാട്ടാറും ഒക്കെയുണ്ട് ഇവിടെ. നല്ല രസമുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ വണ്ടിയൊക്കെ നിർത്തി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഓഫ് റോഡിങ് ജീപ്പാണെങ്കിൽ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൽ ഇറക്കി നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ട്രിപ്പ് വെക്കുന്ന ജീപ്പിലൊന്നാണിത്. ഒത്തിരി ജീപ്പുകളുണ്ട്. അങ്ങനെ ആൾക്കാരെ കൊണ്ട് വന്ന് ഇവിടെ എല്ലാം കാണിച്ചിട്ട് പോകുന്നു. നല്ല സൂപ്പർ വെള്ളമാണ്, കാണാൻ നല്ല കണ്ണുനീര് പോലെയുണ്ട്. അവിടെ ഇറങ്ങി നിന്ന് നമുക്ക് കാണാം. വെള്ളച്ചാട്ടത്തിൽ എപ്പോഴും സൂക്ഷിച്ചു കണ്ട് വേണം നിൽക്കാൻ. ഡേഞ്ചർ ഇങ്ങനെ പുറകിലുള്ളൊരു സ്ഥലമാണ്. ഏത് സമയത്തും വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടാൻ തുടങ്ങും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ വേണം അവിടെ നിൽക്കാൻ. വെള്ളത്തിലിറങ്ങി കുളിക്കാനൊന്നും ആരും അങ്ങനെ ശ്രമിക്കില്ല. കാരണം ഇവിടുത്തെയൊക്കെ വെള്ളത്തിൻ്റെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒഴുക്കിൻ്റെ ആ ഫോഴ്സ് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ നോക്കി വേണം നിൽക്കാൻ. പിള്ളേരെയൊന്നും വെള്ളത്തിലോട്ട് കൂടുതൽ ഇറക്കുകയോ അതിൻ്റെ തെന്നലുള്ള ഭാഗത്ത് നിർത്താനൊന്നും ശ്രമിക്കരുത്. മാറി നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കുകയും അതുപോലെ വെള്ളം കണ്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്യാം. അതാണ് സേഫ്. അങ്ങനെ വെള്ളച്ചാട്ടവും കണ്ട് പോവുകയാണ്. നല്ല വഴിയൊക്കെയാണ്, പക്ഷേ കുത്തനെയുള്ള ഇറക്കമാണ്, നല്ല വളവാണ്. വളരെ ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ. ഗിയർ ഡൗൺ ചെയ്ത് തന്നെ പോകണം, അല്ലെങ്കിൽ ബ്രേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ നമുക്കൊരു ടൈഗർ കേവ് കാണാനുണ്ട്. അവിടെ നമുക്ക് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അവിടെ നിർത്തി ടിക്കറ്റ് എടുത്ത് ടൈഗർ കേവും അതുപോലെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജും ഒക്കെ ഉണ്ട്. അതിലൊക്കെ കയറാനും അകത്ത് കാട്ടിക്കൂടെ പോയി ടൈഗർ കേവിനകമൊക്കെ കണ്ട് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഇവിടെയൊക്കെ ധാരാളം ഹോം സ്റ്റേയും ഹോട്ടൽസും ഒക്കെ ആയി. അതുകൊണ്ട് ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ വന്ന് താമസിക്കാനും ഇവിടെയൊക്കെ 2-3 ദിവസം എൻജോയ് ചെയ്യാനുമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നക്ഷത്രക്കുത്ത് ടൈഗർ കേവിലേക്ക് ഞങ്ങൾ കയറാൻ പോവുകയാണ്. എൻട്രി ഫീസ് 50 രൂപയാണ് മുതിർന്നവർക്ക്. 10 വയസ്സിന് താഴോട്ട് പിള്ളേർക്ക് ടിക്കറ്റ് എടുക്കണ്ട. ആദ്യം തന്നെ ചെല്ലുമ്പം അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട്. ഇവിടെ കാണാനുള്ളത് അടിപൊളിയാണ്. തീർച്ചയായിട്ടും പോകുന്നുണ്ട്. കണ്ടോ, ഇതാണ് ടൈഗർ കേവ്. എന്താണ് ടൈഗർ കേവ് കണ്ടോ? അതുപോലെ ഒരൽ കുഴികളും ഉണ്ട്. കണ്ടോ, കരിങ്കല്ല് വീണ് കുഴിയാകുന്ന ഈ കുഴിയാകുന്ന സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അതുകൊണ്ട് ഇതുപോലെ കല്ല് വന്ന് അതിനകത്ത് വീണ് ഇനി കറങ്ങി ഇനി വലിയ കുഴിയാകും. നല്ല ഈറക്കാടാണ്. ഈറക്കാട്ടിൽ കൂടെ നമുക്കിങ്ങനെ നടന്നങ്ങ് പോയാൽ താഴെ പടി പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സൈഡിൽ തോടാണ്. നല്ല രസമുണ്ട്. പാറ കൊണ്ടിങ്ങനെ ഇടയ്ക്കൂടെ നമുക്ക് നടന്നങ്ങ് പോകാം. മരങ്ങളും പഴയ മരങ്ങളും അതുപോലെ ഈറയും. പുലിമടയിലോട്ട് പോകുന്ന വഴിയാ. അന്യായ കാടാ, സൂക്ഷിച്ച് നടക്കണം. ഉണ്ടോ, അവിടെ തോടുണ്ട്. അതുപോലെ എൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാ. പുലിമട എന്ന് പറഞ്ഞാൽ അന്യായ പുലിമട. കണ്ടടേ, സൂക്ഷിച്ച്. ഓക്കെ, എന്നാൽ ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. നല്ല തടിയൊക്കെ മുറിച്ചിട്ടുണ്ട്. അത് കുത്തൽ വീണ് പോയതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ തടി ഇങ്ങനെ കിടപ്പുണ്ട്. അതല്ല നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ കിടപ്പുണ്ട്. പുലിമടയിലോട്ട് കയറുന്ന സ്ഥലമാണ്. ഇതാണ് ആ കേവ്. എനിക്കിങ്ങനെ കയറിപ്പോവാം, ഞെരുങ്ങി കയറിപ്പോകണം. പിന്നെ ഗുണ കേവ് പോലെ ഉണ്ടെന്ന് തോന്നുന്നു. കൊള്ളാം കേട്ടോ. ഇങ്ങനെ ഞെരുങ്ങി കയറി പോകണം. ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചൊക്കെ നടന്നില്ലെങ്കിൽ ഓക്കെ ഇതുണ്ട്. ഓക്കെ, വീട്ടേട്ടൻ വിട്ടോ, ഞാൻ വന്നോളാം. അടുത്ത കേവിലോട്ട് കയറുക. ഇരുട്ടാണ്.
വെട്ടം പോകുന്നതിന് മുന്നേ തിരിച്ചിറങ്ങണം. നമ്മളിങ്ങനെ ഇറങ്ങിപ്പോ ഇങ്ങനെ കയറി ചെല്ലും. ഇവിടെ ബാരിയറൊക്കെ വെച്ചിട്ടുണ്ട്, എൻ്റെ ആൾക്കാരങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി. പണ്ടൊക്കെ ആൾ ഇറങ്ങുന്നുണ്ടായിരുന്നോ? ഉണ്ടോ, വരുവാ. പുലി ഉണ്ടോ അതിനകത്ത്? പുലി പുറത്ത് പോയോ? ഗാർഡ്സൊക്കെ ഉണ്ട്, നമുക്ക് സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ. ഇതാണ് ഇതിനകത്ത് എത്ര പുലിയുണ്ട്? ഇറങ്ങടാ. ആ ഈയോടെ ആ ഗ്യാപ്പിൽ കൂടെ കയറണം അല്ലേ? ആ നമ്മൾ ഇതുവഴി ഇങ്ങനെ കയറി വരും. കയറി വന്ന് കല്ലിനടയെ കൂടെ, ഇത് വലിയ കല്ല, കല്ലിനടയെ കൂടെ നമ്മൾ ഈ സ്ഥലത്ത് ചാടും. എന്തൊരു കല്ല, ഒരു വലിയ കല്ല ഇങ്ങനെ എന്തോ. ആ കല്ലിനടിയിലാണ് ഈ ഗുഹ പോലെ ഉണ്ടായിരിക്കുന്നത്. ഉണ്ടോ? വേടാ വേടാ, ഇറങ്ങി വാ. ഇവിടെ ഇരുന്ന് ഫോട്ടോയോ വീഡിയോയോ ഒക്കെ എടുക്കാം. എന്നിട്ട് തിരിച്ച് കയറിപ്പോകുന്ന വഴിയാ. കൊള്ളാം. അവൻ പിടിച്ചോളും, കുഴപ്പമില്ല. നീ സൂക്ഷിച്ചിറങ്ങണേ. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ആ കേവ് വരുന്നത്. ഈ കല്ലാണ് ആ കേവ് കവർ ചെയ്തിരിക്കുന്നത്. പയ്യപ്പ് ഉരുണ്ട് വീഴാതെ ശ്രദ്ധിച്ച് വേണം പോകാൻ. ഓക്കെ, ഇതുവഴി നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് ആ വെള്ളത്തിൻ്റെ ആ വരവൊക്കെ. ഇങ്ങനെ വള്ളി മുകളിൽ നിന്ന് വരുന്നയാ, ഉണ്ടോ കാട്ടുവള്ളി. അതായത് നമുക്ക് കയറി ഇരിക്കാം, നല്ല നല്ല സുഖമാണ്. ഉണ്ടോ? എന്താ 3 പേര് കയറിയാലും കുഴപ്പമില്ല. കേവിലെ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെ ഹാങ്ങിങ് ബ്രിഡ്ജ് തിരിച്ചു വരുന്ന വരവാണ്. അവിടുന്ന് പിന്നെ ആനക്കുളത്തിലേക്കുള്ള പോക്കായിരുന്നു. ആനക്കുളം അവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞാൽ ആനക്കുളമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, നിറച്ച് വണ്ടികളാണ്, എല്ലായിടവും പാർക്ക് ചെയ്തിരിക്കുകയാണ്. ആന വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആനയോട് ഞങ്ങൾ ഇച്ചിരി ലേറ്റായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വരുന്നവരെ ആന കാത്തു നിൽക്കുമായിരിക്കും. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ പാർക്കിങ്ങിൽ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാം. പേ പാർക്കിംഗ് ആണ്. സുഖമായിട്ടൊക്കെ പാർക്ക് ചെയ്തിട്ട് സൗകര്യമുള്ള രീതിയിൽ ഇരിക്കാം. ആന ഇറങ്ങി വരാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നവരാണ്. ഇതാണ്ടതിലേ ഇറങ്ങി വരും. ആനയെ കാണാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. അങ്ങനെ ഞങ്ങൾ ഒരു കലിങ്കയിലൊക്കെ സീറ്റ് പിടിച്ചു. അപ്പുറം 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാലറിയൊക്കെ ഉണ്ട് ഇരുന്ന് കാണാൻ. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ സീറ്റ് കിട്ടി. നന്നായിട്ട് കാണാൻ പറ്റുന്ന ഏരിയ ആയിരുന്നു. ഇവിടെ എത്തുന്നത് കുവൈറ്റ് സിറ്റി വഴിയാണ്. അതെന്നെ ഒന്ന് ഞെട്ടിച്ചു. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായി ആനകൾ ഇറങ്ങി വരാൻ തുടങ്ങി. 1-2 എണ്ണം ആദ്യം ഇറങ്ങി വന്നു. പുറകെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് തള്ളയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആടിയുള്ള വരവാണ്. അത് ഇറക്കം ഇറങ്ങുമ്പോഴത്തേക്കും കല്ലുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് അവരിറങ്ങുന്നത്. ഒരു 6 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. പയ്യെ അവർ വന്ന് സ്ഥലമൊക്കെ വീക്ഷിച്ചു. പക്ഷേ നമ്മൾ ഈ ഇപ്പുറം ആൾക്കാർ ഇരിപ്പുണ്ട്, അതൊന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല. വന്ന് സ്ഥലമൊക്കെ ഒന്ന് വീക്ഷിച്ചേച്ച് പയ്യെ ആ വെള്ളം കുടിക്കാൻ വേണ്ടി അവരിറങ്ങുവാണ്. കണ്ടോ, അവിടെ അവരെല്ലാം നിന്നൊന്ന് ചെക്ക് ചെയ്തു. എന്നിട്ട് നേരെ വെള്ളത്തിലോട്ട് അങ്ങ് ഇറങ്ങുക. പിന്നെ അർമാദിച്ചങ്ങ് വെള്ളം കുടിയാണ്. ഈ മാങ്കുളത്ത് വന്നാൽ എല്ലാ ദിവസവും ആനയെ കാണണമെന്നൊന്നുമില്ല. ചില ദിവസങ്ങളിൽ ഇവർ ഇറങ്ങിയൊന്നും വരത്തില്ല. കാരണം ഈ മഴയൊക്കെ ഉണ്ടെങ്കിൽ, അവിടെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ, വെള്ളം അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ഇവർ വരാറില്ല. പിന്നെ ഇവിടുത്തെ വെള്ളത്തിന് എന്തോ പ്രത്യേകതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ തന്നെ ഇവർ സ്ഥിരം വന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി
ഇതിനെന്തോ ഉപ്പ് രസമോ പുളിരസമോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടെ സ്ഥിരം ആൾ വരുന്നുണ്ട്, ആനയെ കാണുന്നുണ്ട്, ആന വന്ന് വെള്ളവും കുടിക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും ആനയുടെ വെള്ളം കുളിയും ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോയി. അറിയാവുന്ന വഴിയിൽ കൂടെയും അതുപോലെ നല്ല എക്സ്പീരിയൻസ് ഡ്രൈവേഴ്സിനെയും കൊണ്ടുപോകാൻ പോകാവുള്ളൂ, ഇല്ലെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും. ഗൂഗിൾ മാപ്പ് നോക്കി ദയവ് ചെയ്ത് ഇടുക്കി കൂടെ വണ്ടി ഓടിക്കരുത്. വേണ്ട, ഇതുപോലെ പണി കിട്ടും. പണിയായി, വഴി ഭയങ്കര ഇറക്കം, ഒത്തനെയുള്ള ഇറക്കമാണ്. അവിടെ ഒരു വണ്ടി ബ്ലോക്കാണ്, ഇവിടെ ഒരു വണ്ടി ബ്ലോക്കാണ്. ഏതായാലും ഒരുവിധം ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പം ശരി, അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.